ഓക്ലൻഡ് ടു കോറമൻഡൽ ട്രിപ്പിൻ്റെ ഡേ 2 ആണെന്ന്. കോറമൻഡൽ ടൗണിലേക്ക് പോകുന്ന വഴി ഒരു ഐസ്ക്രീം സ്റ്റോറിൽ കയറാമെന്ന് വെച്ചു. കുവാറ്റുനു ഐസ്ക്രീം സ്റ്റോർ. ഇതിൻ്റെ അടുത്ത് കുറേ പാർക്കിംഗ് സ്പോട്ടുകളുണ്ട്, ഒരു കഫേയും ഉണ്ട്. ഇവിടെ 10 സ്കൂപ്സിൻ്റെ കില്ലർ ഐസ്ക്രീമുണ്ട്. $16 ഉള്ളൂ അതിന്. ഈ ഷോപ്പിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു സ്പോട്ടാണ് ഇത്. ഭയങ്കര ഭംഗിയാണ് കാണാൻ, ഒരു ഊഞ്ഞാലും പുഴയൊക്കെ ആയിട്ട്. ഒരു ഐസ്ക്രീം എല്ലാം കഴിച്ച് ഞങ്ങൾ വീണ്ടും കോറമൻഡലിലേക്ക് ഡ്രൈവിംഗ് തുടങ്ങി. ഫിറ്റിംഗിൽ നിന്ന് കോറമൻഡൽ ടൗണിലേക്ക് എത്താൻ ഏകദേശം ഞങ്ങൾ 50 മിനിറ്റോളം എടുത്തു. ചെറിയൊരു ടൗൺഷിപ്പാണ് ഈ കോറമൻഡൽ ടൗൺ എന്ന് പറയുന്നത്. റോഡിൻ്റെ ഇരുവശത്തും കുറേ സ്റ്റോറുകളും കഫേകളുമായിട്ട് നല്ലൊരു ഭംഗിയുള്ള ഒരു ചെറിയൊരു ടൗൺഷിപ്പ്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഡ്രൈവിംഗ് ക്രീക്ക് റെയിൽവേ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഇവിടെയും കുറേ ഫ്രീ പാർക്കിംഗ് അവൈലബിൾ ആണ്. നമ്മളിവിടെ വന്നിരിക്കുന്നത് ഒരു ചെറിയ ട്രെയിൻ യാത്രയ്ക്കാണ്. കാർ പാർക്കിൽ നിന്ന് മുകളിലേക്ക് നടന്നാൽ ടോയ്ലറ്റ് സൗകര്യങ്ങൾ കാണാം. ട്രെയിൻ റൈഡിനുള്ള ടിക്കറ്റ് എല്ലാം ഞങ്ങൾ അഡ്വാൻസായി ഓൺലൈൻ ബുക്ക് ചെയ്തിരുന്നു. ഒരു കഫേയും നമ്മുടെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ ബിൽഡിങ്ങും ഇവിടെ കാണാം. ഇവിടെയാണ് നമ്മുടെ ചെറിയ ട്രെയിൻ വരാൻ പോകുന്ന ചെറിയ ട്രെയിൻ സ്റ്റേഷൻ. ഇവിടെ ട്രെയിൻ റൈഡ് കൂടാതെ പോട്ടറി ക്ലാസ്സുകളും പിന്നെ സിപ്പ് ലൈൻ ഇഷ്ടമുള്ളവർക്ക് അതിനുള്ള അവസരമുണ്ട്. ടിക്കറ്റ് കൗണ്ടറിൽ ചെന്ന് ഞങ്ങൾ ബുക്കിംഗ് കാണിച്ച് ടിക്കറ്റ്സ് വാങ്ങിച്ചു. ഇതാണ് നമ്മുടെ ചെറിയ ട്രെയിൻ. So welcome to Driving Creek, everybody. We are currently on our snake train. Just coming up on our right here, we have our little possum train. This is the little elephant work train is in here. This is 1.25 മണിക്കൂറാണ് ഈ ട്രെയിൻ റൈഡ്. ബാരി ബ്രിക്കൽ എന്ന ആളിൻ്റെ പ്രോപ്പർട്ടി ആയിരുന്നു ഈ മൗണ്ടൻ. ബാരിക്ക് പോട്രി ഉണ്ടാക്കുന്നതിനായി കളിമണ്ണ് കളക്ട് ചെയ്തിരുന്നത് ഈ മൗണ്ടൻ്റെ പല പല ഭാഗങ്ങളിൽ നിന്നായിരുന്നു. ആ സ്ഥലങ്ങളിലൊക്കെ ഈസി ആയിട്ട് എത്തിച്ചേരാൻ വേണ്ടിയായിരുന്നു അദ്ദേഹം ആദ്യമായി ഒരു റെയിൽ പാത ഉണ്ടാക്കിയത്. വെറും ഒരു ടൂറിസ്റ്റ് സ്പോട്ട് മാത്രമല്ല ഇത്. ഒട്ടനവധി ആർട്ടിസ്റ്റുകളും സ്കോളേഴ്സും ഒക്കെ ഇവിടെ വരുന്നുണ്ട്. ഈ കാട്ടിൽ കുറേ അധികം നേറ്റീവ് ട്രീസ് ഉണ്ട്. അതിനെയൊക്കെ അവർ സംരക്ഷിക്കുന്നുമുണ്ട്. 10 ബ്രിഡ്ജുകളും 3 ടണലുകളും ഉൾപ്പെടുന്നതാണ് ഈ ട്രെയിൻ യാത്ര. ഈ ട്രെയിൻ റൈഡിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഐഫിൽ ടവറാണ്. 10 മിനിറ്റ് നേരം ട്രെയിൻ അവിടെ സ്റ്റോപ്പ് ചെയ്തിടും. നമുക്ക് ട്രെയിനിൽ നിന്നിറങ്ങി സൈറ്റ് കാണാനാണിത്. ഇതാണ് നമ്മുടെ എൻജിൻ ഡ്രൈവർ. ഇവർ തന്നെയാണ് നമ്മുടെ ടൂർ ഗൈഡ്. ഇതാണ് ഐഫിൽ ടവർ. വുഡൻ സ്റ്റെപ്സിൽ കൂടെ കയറി ടവറിൻ്റെ മുകളിലെത്തുമ്പോൾ കുറേ ഹിസ്റ്റോറിക്കൽ ഫോട്ടോസ് ആൻഡ് ഇൻഫർമേഷൻസ് അവിടെ കാണാം. ഐഫിൽ ടവറിൻ്റെ മുകളിൽ എത്തിയിട്ട് കാണുന്ന ഈ വ്യൂ ഹോൾ കോറമൻഡലിൻ്റെയാണ്. കോറമൻഡലിൽ നിന്ന് ഓക്ലൻഡിലേക്ക് പോകുന്ന റൂട്ടിലുള്ള ഒരു ഷോപ്പാണ് കോറമൻഡൽ ഓയിസ്റ്റർ കമ്പനി എന്ന് പറയുന്നത്. നല്ല ഫ്രഷ് ഓയിസ്റ്റേഴ്സും ഫിഷ് ആൻഡ് ചിപ്സും കിട്ടുന്ന ഒരു സ്പോട്ടാണിത്. അങ്ങനെ ലഞ്ചെല്ലാം കഴിച്ച് ഞങ്ങൾ വീണ്ടും ഓക്ലാൻഡിലേക്ക് തിരിച്ചുള്ള യാത്ര തുടങ്ങി.